ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് 25,800 താഴെ ട്രേഡിംഗ് ടൈമിൽ പോയെങ്കിലും അവസാന സമയത്ത് തിരിച്ചു കയറി 25,800 മുകളിൽ നമുക്ക് ക്ലോസ് അറ്റ്ലീസ്റ്റ് കിട്ടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, നാളെയാണ് US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്പിലും US-ലും നെഗറ്റീവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഫ്ലാറ്റായിരുന്നു, എന്നാൽ ഡോ 178 പോയിൻറ്റ് അഥവാ 0.37%. FTSE UK, CAC 40 ഫ്രാൻസും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി, കോസ്പി, ഷാങ്ഹായ്, ഓസ്ട്രേലിയയിലെല്ലാം തന്നെ ഏഷ്യൻ മാർക്കറ്റുകളാണ്. അതെല്ലാം തന്നെ നെഗറ്റീവിലാണ്. ഗോൾഡ് XAU/USD ഏറ്റവും സെൻട്രലായിട്ട് കാണാം. $8 ഉയർന്ന് $4,218 പെർ ഔൺസിന് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബിറ്റ്കോയിൻ 2,315 ഏറ്റവും ടോപ്പിൽ നിന്ന് നാലാമത് 92,000 എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും നെഗറ്റീവാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ക്ലോസ് ഉണ്ടായിരുന്നത് 25,958. ഇപ്പോൾ ഉള്ള നിഫ്റ്റി 25,900. അപ്പോൾ നമുക്ക് ഫ്ലാറ്റായോ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് മാത്രം പോസിറ്റീവായിരുന്നു. എന്നാൽ വിപ്രോ 1% സ്പൈക്ക് ചെയ്ത് വീണ്ടും എക്സ്റ്റൻഡ് ഹവേഴ്സിൽ 1% ഫോൾ ചെയ്തു. ഇതാണ് നമ്മുടെ FISൻ്റെ ആക്ടിവിറ്റീസ്. FIS എല്ലാം ഇന്നലെ 3,700 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. 8-ാം തീയതി 600 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. DIs എല്ലാ ദിവസവും ഹ്യൂജ് ബൈയിങ് ആണ്, പക്ഷേ FISൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ദിവസവും ഹ്യൂജ് സെല്ലിങ്ങുമാണ്. കൂടാതെ തന്നെ റുപ്പീസ് ഓൾ ടൈം ലോയിലാണുള്ളത്. ഏഷ്യൻ സൈഡിൽ തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു കറൻസിയായിട്ട് റുപ്പീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ പവർ കമ്പനി 400 കിലോ വാട്ടിൻ്റെ ഒരു പുതിയ ഒരു ക്ലീൻ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് അവർ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. ഗ്രാഫൈറ്റ് സ്പെയിനിലുള്ളൊരു കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. JSW എനർജി, JQG പാർട്ട്നേഴ്സ് ഈ JSW എനർജിയിലുള്ള സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഇനി ഗോദ്രേജ് അഗ്രോവിറ്റ് കമ്പനി, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് ഗോദ്രേജ് അഗ്രോവിറ്റിൽ. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി പുതിയ മെഡിസിന് US-ൽ നിന്നുള്ള അംഗീകാരമല്ല, പുതിയ മെഡിസിൻ UAE-ൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓതറൈസേഷൻ കമ്പനിക്ക് ലഭിച്ചു. സ്വിഗ്ഗി കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഏകദേശം 10,000 കോടി പുറത്തു വരുന്ന സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. 371 സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉള്ളത്. അത് 398 സ്റ്റോക്കിൻ്റെ LTPയിൽ നിന്ന് താഴെയാണ്, ശ്രദ്ധിക്കുക. IRB ഇൻഫ്ര കമ്പനി ഇവർ 16% ഇവരുടെ റവന്യൂ വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. JPT ഇൻഫ്ര പ്രൊജക്റ്റ് കമ്പനിക്ക് 200 കോടി രൂപയുടെ ഓർഡർ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് ലഭിച്ചു. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 328 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. നാൽക്കോ കമ്പനി ദിലീപ് ബിൽക്കോണായിട്ട് 25 വർഷത്തെ ഒരു മൈനിങ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. L&T മൈൻട്രി IT കമ്പനിയാണ്. അവർ സേജ് സെക്യൂരിറ്റി ആയിട്ടൊരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. AU സ്മോൾ ഫിനാൻസ് കമ്പനി ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്കിലേക്കുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. ഗ്രാസിം ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ ഏകദേശം 3,000 കോടി രൂപ ഇവരുടെ റിന്യൂവബിൾ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ധാരണയായി എന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. ഈ ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ നമ്മൾ അവിടെ ഇടാറുണ്ട്. എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം. താങ്ക് യു.